ഇതാണ് മാൻഡിസ്. അതെ, നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ് സംഭവിച്ചത്. ഒരു പ്രാണി ഒരു പക്ഷിയെ കൊന്നു. മാൻഡിസുകൾ വിചിത്രമായ ജീവികൾ മാത്രമല്ല, യഥാർത്ഥ കൊലയാളികൾ കൂടിയാണ്. അവയ്ക്ക് സ്വന്തം വർഗത്തിൽപ്പെട്ടവയെ മാത്രമല്ല, പക്ഷികളെയും പാമ്പുകളെയും വരെ കൊല്ലാൻ കഴിയും. ഒരു പൂച്ചയുമായി പോലും ഏറ്റുമുട്ടാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ മാൻഡിസുകളെ ഇത്ര ധൈര്യശാലികളും ആക്രമണകാരികളുമാക്കുന്നത് എന്താണ്? വരൂ നമുക്ക് കണ്ടെത്താം. ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് സൈക്കിൾ ചെയിൻ അനുസരിച്ച് പൂച്ചകൾ എലികളെ വേട്ടയാടുന്നു, പല്ലികൾ പ്രാണികളെ തിന്നുന്നു. പക്ഷേ മാൻഡിസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവയുടെ ഏറ്റവും നല്ല പ്രതിരോധം ആക്രമണമാണ്. അത് വെറുമൊരു ചെറിയ ആക്രമണമല്ല. ഈ പല്ലിയെ നോക്കൂ. സ്വന്തം ഇര തിരിച്ചാക്രമിച്ചാൽ ആരും ഞെട്ടും, അല്ലേ? ശക്തിയേറിയ മുൻകാലുകൾ കൊണ്ട് പല്ലിയുടെ തല വായ അടയ്ക്കാൻ അനുവദിക്കാതെ ഞെരുക്കുന്നു. അതിനുശേഷം ഇരയെ ജീവനോട് തന്നെ തിന്നു തുടങ്ങുന്നു. രക്ഷപ്പെട്ട ശേഷവും ഇരയ്ക്ക് സ്വയം രക്ഷിക്കാൻ കഴിയില്ല. മാൻഡിസ് പല്ലിയെ പിടികൂടി കഴുത്തൊടിച്ചു. മാൻഡിസുകൾ പ്രാണികളുടെ ലോകത്തെ ഭരണാധികാരികളാണ് എന്ന് തന്നെ പറയാം. സാധാരണയായി ചേർത്തുപിടിക്കുന്ന ഇവയുടെ മാരകമായ മുൻകാലുകൾ ഉപയോഗിച്ച് ഈ രാക്ഷസന്മാർക്ക് ആരെയും പിടിക്കാൻ കഴിയും. മിക്കപ്പോഴും മാൻഡിസ് പതിയിരുന്ന് ആക്രമിക്കാൻ ഇലകളുമായോ മരത്തൊലിയുമായോ ലയിച്ചു ചേർന്ന് നിൽക്കും. ഇവയുടെ മുൻകാലുകൾ ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന വേഗത മനുഷ്യന്റെ കണ്ണിന് ട്രാക്ക് ചെയ്യാൻ പോലും പ്രയാസമാണ്. മാൻഡിസിന്റെ ശരീരഘടന തന്നെ വളരെ ഡിഫറന്റ് ആണ്. ഇവയുടെ ത്രികോണാകൃതിയിലുള്ള തല ഇരിക്കുന്നത് നീണ്ട കഴുത്തിലോ അല്ലെങ്കിൽ നീണ്ട നെഞ്ചിലോ ആണ്. തങ്ങളുടെ ഇരയെ പിടിക്കാൻ ആവശ്യമായതെല്ലാം ഇവയ്ക്കുണ്ട്. മാൻഡിസിന് അതിന്റെ തല 180 ഡിഗ്രി കറക്കാൻ കഴിയും. 2 വലിയ വിചിത്രമായ കണ്ണുകളും അവയ്ക്കിടയിലുള്ള 3 ലളിതമായ കണ്ണുകളും ഉപയോഗിച്ച് ചുറ്റുപാടുകൾ നിരീക്ഷിക്കാൻ സാധിക്കും. ചുറ്റുമുള്ള ഒരു ചലനവും ഇവയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകില്ല. മുള്ളുകൾ നിറഞ്ഞ 4 കാലുകളുടെ സഹായത്തോടെ മാൻഡിസ് ഇരയെ അനങ്ങാതെ നിർത്തുന്നു. ഇരയുടെ വലിപ്പം ഇവയ്ക്കൊരു പ്രശ്നമല്ല. ചീവീടുകൾ, പുൽച്ചാടികൾ, ഈച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവ സാധാരണയായി മാൻഡിസിന്റെ മെനുവിൽ ഉൾപ്പെടുന്നു. ഈ പ്രാണികൾ സ്വന്തം വർഗത്തിൽപ്പെട്ടവയെയും തിന്നാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏറ്റവും പ്രധാന ഉദാഹരണം, ഇണ ചേർന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഇണ ചേരുന്ന സമയത്തോ മുതിർന്ന പെൺമാൻഡിസ് ചിലപ്പോൾ തന്റെ പങ്കാളിയെ ഭക്ഷിക്കുന്നതാണ്. വേറെ ഒരു കാര്യമെന്തെന്നാൽ മാൻഡിസുകൾ ഉൾപ്പെടെയുള്ള പ്രാണികൾക്ക് പ്രതിരോധശേഷി കുറവാണ്. അതുപോലെ തന്നെ പാമ്പുകളെ ആക്രമിക്കുന്നത് ഇവരുടെ ഒരു ഹോബിയാണ്. അനാക്കോണ്ടകളെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് മാൻഡിസുകൾ ചെറിയ പാമ്പുകളെ ആക്രമിക്കാറുണ്ട്. വളരെ പ്രത്യേക ഉദ്ദേശത്തോടെയാണത് ചെയ്യുന്നത്. സ്ഥിരതയ്ക്കായി പിന്നിലെ കാലുകൾ അകറ്റിവെച്ചുകൊണ്ട് മാൻഡിസ് പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് മൂർച്ചയുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. പാമ്പ് വേഗത്തിൽ ചലിക്കുന്നില്ലെങ്കിൽ അതിന് പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. തീർച്ചയായും പാമ്പുകൾ മാൻഡിസിനെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ പ്രാണികൾ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായി അറിയാം. അവർ ഇരയുടെ തലയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. അവർ അതിൽ വിജയിക്കുമ്പോൾ തിന്നു തുടങ്ങുന്നു. ഇനി മാൻഡിസിന്റെ മെനുവിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. എലികൾ. ആ എലികൾ മാൻഡിസിന്റെ അതേ വലുപ്പമുള്ളതാണെങ്കിൽ പോലും മാൻഡിസിന് അതൊരു വലിയ അപകടകാരിയായ എതിരാളിയല്ല, മറിച്ച് ധാരാളം ഭക്ഷണമാണ്. അപ്രതീക്ഷിത ആക്രമണം, ശക്തിയേറിയ മുള്ളുള്ള കാലുകൾ ഇരയെ ഞെരുക്കുന്നു. എലിയുടെ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു. പോരാട്ടത്തിന്റെ ഇടയിൽ തന്നെ സാവധാനമുള്ള ഭക്ഷണം. എലി ഇപ്പോഴും പിടയ്ക്കുന്നുണ്ടാകാം, പക്ഷേ മാൻഡിസ് അതിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ഈ കാഴ്ച ഭയം തോന്നിപ്പിക്കും. മാൻഡിസുകൾ സിംഹങ്ങളെപ്പോലെ ഇരയെ പിന്തുടരുന്ന വേട്ടയാട്ടുകളല്ല. മിക്കപ്പോഴും അവ പതിയിരുന്ന് ആക്രമിക്കുന്നു. ചില മാൻഡിസുകൾ നന്നായി ഒളിച്ചിരിക്കുന്നു. മറ്റുള്ളവർ ഇര പ്രത്യക്ഷമാകുന്നതുവരെ അല്ലെങ്കിൽ അടുത്തെത്തുന്നതുവരെ കാത്തിരിക്കുന്നു. എങ്കിലും വീഡിയോയിലെ ഹമ്മിങ് ബേർഡ് ഭാഗ്യവാനായിരുന്നു. കാരണം മാൻഡിസും ആ പക്ഷിയും രക്ഷപ്പെട്ടു. മനുഷ്യന്റെ ഇടപെടലിലൂടെയാണ് ഈ പക്ഷിയെ രക്ഷിച്ചത്. ഈ പക്ഷികൾ അപകടം ശ്രദ്ധിക്കാതെ മാൻഡിസിന്റെ അടുത്തുകൂടി പറന്നു. ശ്രദ്ധിക്കുക, മാൻഡിസ് ഒരു പ്രത്യേക ഹമ്മിങ് ബേർഡ് ഫീഡറിലാണ് ഇരിക്കുന്നത്. അതായത് എവിടെ വേട്ടയാടണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ചില ജീവിവർഗങ്ങൾ ഇരയെ തേടി നിലത്തുകൂടി ഓടിയേക്കാം. പക്ഷേ മിക്കപ്പോഴും മാൻഡിസുകൾ ഒളിച്ചിരുന്ന് ഭക്ഷണം തങ്ങളിലേക്ക് എത്തുന്നതുവരെ കാത്തിരിക്കും. മാൻഡിസുകൾക്ക് എവിടെ വേട്ടയാടണമെന്ന് മാത്രമല്ല, ഓരോ ചാട്ടത്തിന്റെയും ശക്തി, വേഗത, ദൂരം എന്നിവ കൃത്യമായി കണക്കാക്കാനും അവർക്കറിയാം. ഇത് പ്രാണികൾക്ക് അസാധാരണമാണ്. ഒരു ദീർഘകാലം ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് മാൻഡിസ് ഒരു കളിട്ടോയ് പോലെ ഒരേ പ്രോഗ്രാമിലാണ് ചലിക്കുന്നത്. ഇര പിടിയിലാകുമോ ഇല്ലയോ എന്നത് ഭാഗ്യമാത്രമാണെന്നാണ്. എന്നാൽ നിരവധി പരീക്ഷണങ്ങൾ തെളിയിച്ചു, ഇരയുടെ ചലനവേഗതയനുസരിച്ച് മാൻഡിസ് ആക്രമണത്തിന്റെ വേഗത ശരിക്കും നിയന്ത്രിക്കുന്നു. ചിലപ്പോൾ വേഗത തെറ്റായി കണക്കാക്കിയെന്ന് മനസ്സിലാക്കി അവർ നിർത്തുകയും ഉടൻ തന്നെ തെറ്റുതിരുത്തുകയും ചെയ്യുന്നു. മാൻഡിസിനെ കുറിച്ച് കൂടുതൽ അറിയുന്തോറും അവ ഒരു യൂണിവേഴ്സൽ വേട്ടയാട്ടുകാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇവിടെ ഒരു മാൻഡിസ് ഒരു മീനിനെ പിടിക്കുന്നു. ആ ജീവി ചെറുതായി പോലും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ ഒരു മാൻഡിസ് ഒരു തവളയെ തിന്നുന്ന കാഴ്ച നമുക്ക് കാണാം. ഒരു വേട്ടയാട്ടുകാരൻ അടുത്തെത്തിയാൽ മാൻഡിസ് സാധാരണയായി എഴുന്നേൽക്കുകയും വലുതായി കാണാനായി മുൻകാലുകളും ചിറകുകളും നിടർത്തുകയും ചെയ്യും. ചില ജീവിവർഗങ്ങൾക്ക് കൂടുതൽ ശത്രുക്കളെ ഭയപ്പെടുത്താനായി പുറംതോട്ടിൽ പാറ്റേണുകളുണ്ട്. ഭീഷണിപ്പെടുത്തുന്ന തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മാൻഡിസ് അതിന്റെ മുൻകാലുകൾ ഉപയോഗിച്ച് വേട്ടയാട്ടുകാരനെ അടിക്കുകയോ ഞെരുക്കുകയോ ചെയ്യാം. അതിന്റെ താടിയെല്ലുകൾ ചെറുതാണെങ്കിലും പല ശത്രുക്കളെയും മുറിവേൽപ്പിക്കാൻ അത്രയ്ക്കും മൂർച്ചയുള്ളതാണ്. കൂടാതെ മാൻഡിസിന് വയറിലെ എയർവേകളിൽ നിന്ന് വായു പുറത്തു തള്ളി ചീറ്റുന്ന ശബ്ദമുണ്ടാക്കാനും അറിയാം. മുന്നിലുള്ള ശത്രു ആരാണെന്ന് പ്രശ്നമല്ല. ഉച്ചഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു പക്ഷിയോ അമിതമായി ആകാംക്ഷയുള്ള ഒരു പൂച്ചയോ ആകട്ടെ, മാൻഡിസുകൾക്ക് ആരെയും ഭയമില്ല. അപ്പോൾ ഇത്ര ചെറുതും എന്നാൽ അപകടകാരിയുമായ വേറെ പ്രാണികളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വിചിത്രമെന്ന് പറയട്ടെ, ഉണ്ട്. മാൻഡിസിന്റെ തന്നെ ഒരു അണ്ടർ വാട്ടർ വകഭേദമായ ഒരു മാൻഡിസ് ഷ്രിംപ്. ഈ ജീവിക്ക് സാധാരണ മാൻഡിസിന്റെ 10 സെന്റിമീറ്റർ വലുപ്പത്തെ അപേക്ഷിച്ച് 30 സെന്റിമീറ്റർ വലുപ്പമുണ്ട്. ശത്രുവിനെയോ ഇരയെയോ ആക്രമിക്കാൻ മുൻപിലെ കാലുകൾ വളരെ വേഗത്തിൽ ചലിപ്പിക്കാനുള്ള കഴിവുകൊണ്ടാണ് മാൻഡിസ് എന്ന പേര് മാൻഡിസ് ഷ്രിംപിന് ലഭിച്ചത്. ഈ ചെമ്മീന് തന്റെ കരയിലെ മാൻഡിസിനേക്കാൾ 50 മടങ്ങ് വേഗത്തിൽ ആക്രമിക്കും എന്ന് പറയപ്പെടുന്നു. മുള്ളുകൾ നിറഞ്ഞതും ഒരു ബ്ലേഡ് പോലെ മൂർച്ചയുള്ളതുമായ രണ്ടാമത്തെ ജോഡി താടിയെല്ലുകളാണ് ഇതിന്റെ ശക്തമായ ആയുധം. അത് ഇര പ്രതിരോധിക്കുന്നത് നിർത്തുന്നതുവരെ ശരീരത്തിലേക്ക് തുരഞ്ഞു കയറും. ഇത് മീനുകൾക്കും ചെമ്മീനുകൾക്കും കണവകൾക്കും കക്കകൾക്കും എല്ലാം വളരെ അപകടമാണ്. മാൻഡിസ് ഷ്രിംപിന് സാധാരണ മാൻഡിസുകളെക്കാൾ വലുപ്പമുള്ളതിനാൽ ചിലപ്പോൾ ഇത് വളരെ വലിയ എതിരാളിയെ തിരഞ്ഞെടുക്കും. ഉദാഹരണത്തിന് ഷ്രിംപ് മാൻഡിസ് ഒരു എളുപ്പ ഇരയായി കരുതിയെത്തിയ ഒരു നീരാളിയെ ഷ്രിംപ് മാൻഡിസ് വീണ്ടും വീണ്ടും ആക്രമിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. മാൻഡിസ് ഷ്രിംപിന്റെ വിചിത്രമായ കിടിലൻ സ്വഭാവവുമായി മത്സരിക്കാൻ കഴിയുന്ന ഒരേയൊരു കടൽ ജീവി സ്നാപ്പിംഗ് ഷ്രിംപാണ്. അവ തികച്ചും സാധാരണമായി കാണപ്പെടുന്നു. വ്യത്യസ്ത വലിപ്പത്തിലുള്ള നഖങ്ങളുമുണ്ട്. അത് അതിന്റെ ചെറിയ ശരീരത്തിന്റെ പകുതിയോളം നീളത്തിലെത്തും. എന്നാൽ ഈ വലിയ നഖത്തിലാണ് സ്നാപ്പിംഗ് ഷ്രിംപിന്റെ എല്ലാ സൂപ്പർ പവറും ഒളിച്ചിരിക്കുന്നത്. ഇര അടുത്തുണ്ടെന്ന് തോന്നിയാൽ അതതിന്റെ വലിയ നഖത്തിന്റെ മുകൾ ഭാഗം തുറക്കുന്നു. ഇത് വളവിലുള്ള ഒരു ചെറിയ അമരയിലേക്ക് വെള്ളം കടക്കാൻ അനുവദിക്കുന്നു. എന്നിട്ട് കൃത്യസമയത്ത് അത് മർദ്ദം ഉപയോഗിച്ച് വെള്ളം അമരയിൽ നിന്ന് പുറത്തേക്ക് ചീറ്റുന്നു. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതിനാൽ കുമിളകൾ ഉണ്ടാകുന്നു. വെള്ളത്തിൽ ഊതി ആർക്കും സൃഷ്ടിക്കാവുന്ന കുമിളകളല്ല ഇത്. ഈ കുമിളകൾ മണിക്കൂറിൽ ഏകദേശം 100 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കുന്നു. ഇരയെ ഞെട്ടിക്കാനോ കൊല്ലാനും പര്യാപ്തമായ വേഗത. ഈ കുമിളകൾ പൊട്ടുമ്പോൾ ഒരു സ്നാപ്പ് എന്ന ശബ്ദമുണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ചെമ്മീനുകൾക്ക് ആ പേര് ലഭിച്ചത്. ചില ജീവിവർഗങ്ങളുടെ സ്നാപ്പ് എന്ന ശബ്ദത്തിന്റെ അളവ് 210 ഡെസിബൽ വരെ ഉയരാൻ കഴിയും. അതൊരു വെടിയൊച്ചയേക്കാൾ കൂടുതലാണ്. മാൻഡിസുകളെക്കുറിച്ചും അവയുടെ അണ്ടർ വാട്ടർ വകഭേദമായ മാൻഡിസ് ഷ്രിംപ്, സ്നാപ്പിംഗ് ഷ്രിംപ് എന്നിവയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുമല്ലോ. ഇത്രയും ചെറിയ ജീവികൾക്ക് ഇത്രയും വലിയ എതിരാളികളെ നേരിടാൻ കഴിയുന്നത് അവയുടെ മാരകമായ വേഗതയും കൃത്യമായ ആക്രമണ തന്ത്രങ്ങളും കൊണ്ടാണെന്ന് നമ്മൾ കണ്ടു. പ്രകൃതിയിലെ ഈ കൊച്ചു കൊച്ചു കൊലയാളികളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ രസകരമായ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. പരക്കട്ടെ പ്രകാശം.